പ്രവീൺ പ്രണവിൻ്റെ ആണെങ്കിൽ ആ ഒരു ഫാമിലി ഇഷ്യൂ കാര്യങ്ങളൊക്കെ അതിൻ്റെ യഥാർത്ഥ കാരണം നമ്മളെല്ലാവരും അറിഞ്ഞപ്പോഴത്തേക്കിന് സത്യം പറഞ്ഞാൽ നമ്മൾ മൊത്തം ഞെട്ടിയ ഒരു കാര്യമായിരുന്നു. കാര്യം ഇത്രയും ഹാപ്പി ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു ഫാമിലിയിൽ ഇത്രയും വലിയൊരു ഡൊമസ്റ്റിക് വയലൻസ്, പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ആ ഒരു ലേഡിയുടെ അടുത്ത് തന്നെ ഇത്രത്തോളം ക്രൂരത കാണിക്കാൻ മാത്രം മനസ്സുള്ള ഇത്രയും ക്രൂവലായിട്ടുള്ള ക്രിമിനൽസ് ആയിരുന്നു ആ വീട്ടിലുള്ള ബാക്കി 3 ആൾക്കാരും. ഇപ്പം കൊച്ചുവാണെങ്കിലും അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അതിനെപ്പറ്റിയിട്ടൊക്കെ നമ്മൾ മുമ്പ് സംസാരിച്ചതാണ്. ഇപ്പം ഈ ഒരു ഇഷ്യൂ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഓരോ കോൺട്രവേഴ്സീസ് ഇനി ഇതിൻ്റെ പുറകെ തന്നെ ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും. അതിൽ പല ആൾക്കാർക്കും ഇവരെ പറ്റിയിട്ട് പറയാനുള്ള പല കാര്യങ്ങളുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പം ഈവൻ അവരുടെ അടുത്തൂടെ നടന്നു പോകുന്ന ചേട്ടന്മാർക്ക്, അവരുടെ അയൽവക്കക്കാർക്ക് പറയാനുണ്ടാവും, അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സിന് പറയാനുണ്ടാവും. അങ്ങനെ ഓരോ കാര്യങ്ങൾ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരാൻ തുടങ്ങും. അപ്പോൾ ഇതിൽ ആദ്യം പൊങ്ങി വരുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ 3 മാസങ്ങൾക്ക് മുന്നേ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള ഒരു കമൻറ്റിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസമാണെങ്കിൽ നമ്മുടെ ഒരു പ്രവീൺ പ്രണവിൻ്റെ ഒക്കെ വീഡിയോ വന്ന ഒരു ടൈമിൽ തന്നെ നമ്മുടെ മൂപ്പൻസ് വ്ലോഗിൽ വന്നേക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു. അപ്പം ഈ ഒരു വീഡിയോയ്ക്കകത്ത് പുള്ളിയുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ ഒരാൾ വന്നിട്ടേക്കുന്ന ഒരു കമൻറ്റിൽ നിന്നാണ് ഇത് തുടങ്ങുന്നത്. ഹേ ഗായ്സ്, കീർത്തന രവീന്ദ്രൻ എന്ന കുട്ടിയുടെ 2 മാസം മുന്നേ ഉള്ള ഇൻ്റർവ്യൂ വീഡിയോ യൂട്യൂബിലുണ്ട്. അതിൻ്റെ താഴെ സ്ക്രോൾ ചെയ്തു പോയാൽ മധുപാൽ കൃഷ്ണ, പ്രവീൺ പ്രണവിൻ്റെ കസിൻ എന്ന ഐഡിയയിൽ നിന്നും ഒരു കമൻറ്റ് കാണാം. മുഴുവനും വായിച്ച് നോക്കിട്ടോ, എല്ലാവരെയും തനിക്കൊണം അറിയാം. മധുപാൽ കൃഷ്ണ അതിൻ്റെ റിപ്ലൈ ആയിട്ട് ഒരുപാട് കമൻസും കാണാം. കുറച്ച് സ്ക്രോൾ ചെയ്തിട്ടോ, നോ ദ ട്രൂത്ത്. ഈ ഒരു മധുപാൽ കൃഷ്ണ എന്ന് പറയുന്ന ഈ ഒരു ഐഡിയിൽ നിന്ന് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി ഇവരുടെ കസിനാണ്. അപ്പോൾ ഈ ഒരു കസിനാണ് ഈ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം മറ്റേ ഈ കീർത്തന രവീന്ദ്രൻ എന്ന് പറയുന്ന ഒരു ലേഡിയുടെ ആ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അതിൻ്റെ താഴെ വന്നിരിക്കുന്ന കമൻറ്റാണ്. അപ്പോൾ അതിൽ ആ ഇട്ടേക്കുന്ന കമൻറ്റ് വായിക്കാം. ഇതിൽ 2 മാസം മുന്നേ ഇട്ടേക്കുന്ന കമൻറ്റാണ്, അതായത് 2 മാസം മുന്നേ. നിങ്ങൾക്കൊക്കെ എന്തറിയാം, ഞാനും എൻ്റെ ഫാമിലിയും ഫേസ് ചെയ്തത്. പ്രവീൺ പ്രണവ് എൻ്റെ സ്വന്തം കസിൻസാണ്, എൻ്റെ അമ്മയുടെ സ്വന്തം ആങ്ങളെയാണ് അവരുടെ അച്ഛൻ. പക്ഷേ ഈ ഒരു കുടുംബം കാരണം എൻ്റെ കുടുംബം നശിച്ചു. നിയമസഹായം ഉള്ളതുകൊണ്ട് മാത്രം ഇന്ന് ജീവിച്ചിരിക്കുന്നു. അപ്പം കുറേ ആൾക്കാർ ഇങ്ങനെ താഴെ തിരിച്ച് കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ഹാപ്പൻഡ്, എന്താ കാര്യം, എന്തിനാണ് ഇങ്ങനെ വന്ന് വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളെന്ന് പറയുന്നത്. കാര്യം ഇവരുടെയൊക്കെ ഈ വ്യൂവേഴ്സിൻ്റെയൊക്കെ ആരാധനാമൂർത്തികളായിട്ടുള്ള ഇത്തരം ആളുകളുടെയൊക്കെ ആണെങ്കിൽ വിഗ്രഹങ്ങൾ വീണുടയുന്ന പോലത്തെ വാർത്തകളൊക്കെ ആണെങ്കിലും ഈ ഒരു കമൻറ്റിലൂടെ ഒക്കെ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് കാര്യം, എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെല്ലാം മറുപടിയായിട്ട് ഇവർ പിന്നീട് കമൻറ്റ് ഇടുന്നുണ്ട്. എല്ലാം പറയാം. ചടയമംഗലം എന്ന നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്കുക. ഞാൻ പറയുന്നത് കള്ളമാണോ എന്ന് അതിലൂടെ പ്രൂവ് ആകും. ഇവരുടെ അച്ഛൻ പ്രദീപ് ഇന്നൊരു പ്രദീപിന് ഒരു സഹോദരൻ മാത്രമല്ല ഉള്ളത്, ഒരു സഹോദരിയുണ്ട്. അതാണ് എൻ്റെ അമ്മ. എൻ്റെ പേരൻസ് ഡിവോഴ്സ്ഡ് ആണ്. ആദ്യമൊക്കെ ഞങ്ങളെല്ലാം ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു, ഇൻക്ലൂഡിങ് ഇവരുടെ ഫാമിലിയും. അമ്മയ്ക്ക് കഷ്ടകാലത്തിന് രണ്ടാമത് ജനിച്ചത് ഒരു പെൺകുട്ടിയായിപ്പോയി. ഇവരുടെ അച്ഛൻ ഉൾപ്പെടെ 2 ആങ്ങളമാരും ആ വീട് വിട്ടു. ഇതൊന്നും അവരുടെ തെറ്റല്ല കേട്ടോ. പക്ഷേ ഒന്നിനും പോകാത്ത എൻ്റെ ഫാമിലിക്ക് അപ്രതീക്ഷിതമായ ഒരു രാത്രി എൻ്റെ ബ്രദറിനെ ഞങ്ങളുടെ അടുത്ത് നിന്നും പിരിക്കുന്നു. ഇതൊന്നും കഥയായിട്ട് പറയാൻ പറ്റുന്ന കാര്യമല്ല. ഒരു ദിവസം പെട്ടെന്ന് ചേട്ടൻ ഞങ്ങളുടെ അടുത്ത് വേർതിരിച്ച് കൊണ്ടുപോകുന്നു. സ്വന്തം അമ്മയും പെങ്ങളും കാണാൻ ചെന്നതിൻ്റെ പേരിൽ സഹോദരിയുടെ വീട് ആക്രമിച്ചവരാണ് ഇവർ. ഇതൊന്നും ആരോടും കള്ളം പറയേണ്ട ആവശ്യമില്ല. ചടയമംഗലം അവിടെ തിരക്കിയാൽ എല്ലാം അറിയാം എന്ന കാര്യമാണ്. ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെന്നും ഇത് കുറേ പേര് കാണുന്നതാണെന്ന് എനിക്ക് അറിയാവുന്നവർക്കുള്ളത് കൊണ്ടല്ല ഞാൻ ഇതിൽ പറയുന്നത്. എന്തെങ്കിലും ഇതിൽ കള്ളത്തരമുണ്ടെങ്കിൽ ഇങ്ങനെ വന്നു പറയാൻ ആരെങ്കിലും, പിന്നെ അവർ സ്റ്റാർ ആയാലും എന്തായാലും. ഈ പ്രവീൺ ഉൾപ്പെടെ എൻ്റെ വീട് ആക്രമിച്ചതിലുണ്ടായിരുന്നു. ഒരു രാത്രി കൊണ്ട് ഒരുപാട് മുറിവുകൾ ഉണ്ടായി. രാത്രി തന്നെ പോലീസ് ഇവരുടെ ഫാമിലിയെ അറസ്റ്റ് ചെയ്ത്. അതാണ് പറഞ്ഞത് നിയമസഹായം ഉള്ളതുകൊണ്ട് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്ന്. അപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ ഇതിൽ എത്രമാത്രം സത്യാവസ്ഥ ഉണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല. ഇതിനകത്ത് 2 വശം ഉണ്ടാവും, ഇവരുടെ വശം ഉണ്ടാവും, അവരുടെ വശം ഉണ്ടാവും, അല്ലെങ്കിൽ ഈ പറഞ്ഞേക്കുന്ന ആൾ ജെന്യൂൻ ആണ് എന്നുള്ളത് എനിക്കൊരു പരിധി വരെ തോന്നുന്നു. കാരണം എന്ന് വെച്ചാൽ ചടമെങ്കിൽ ഇവരുടെ സ്ഥലത്ത് വന്നിട്ട് അന്വേഷിക്കൂ, അപ്പോൾ അറിയാമല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് ഒന്നെങ്കിൽ ഈ നേരിട്ട ആളായിരിക്കാം, അല്ലെങ്കിൽ നേരിടാത്ത ഈ വിഷയം അറിയുന്ന ഒരാളായിരിക്കാം. എനിക്ക് തോന്നുന്നത് കുറച്ചിട്ട് ജെന്യൂൻ ആയിട്ടുള്ള സംഭവമായിട്ടാണ് തോന്നുന്നത്. ഇവരുടെ കസിനാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ പറയേണ്ടത് അവരോട് ചേർന്നിട്ടാണ് പറയേണ്ടത്. അപ്പോൾ ഇതിന് 2 വശം എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാവും. പിന്നെ താഴെയിട്ട് അടുത്ത കമൻറ്റ് വന്നേക്കുന്നത്, കബളിപ്പിച്ച് ജീവിക്കണം ഇവരെക്കുറിച്ച് വീണ്ടും ഇല്ലാത്തത് പറയേണ്ട ആവശ്യം എനിക്കില്ല. വീഡിയോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു അപ്പൂപ്പൻ ഉണ്ടായിരുന്നല്ലോ, അതാണ് എൻ്റെ അമ്മയുടെ അച്ഛൻ. 7 മാസമായി മരിച്ചിട്ട്. ഇന്നേ വരെ ആ വീഡിയോ
അവരെ ആ വീഡിയോ പറഞ്ഞിട്ടുണ്ടോ അപ്പൂപ്പൻ അപ്പോൾ മരിച്ചു എന്ന്? കാശ്മീർ ട്രിപ്പിൻ്റെ ഇടയ്ക്കായിരുന്നു അപ്പൂപ്പൻ മരിച്ചത്. ഒരു മനുഷ്യൻ്റെ ലൈഫ് കാണിക്കുന്ന സമയത്ത് തന്നെ എല്ലാ കാര്യങ്ങളും കാണിക്കണം. ഇതേപോലെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ മാത്രം നല്ല വീഡിയോസ് ഇറക്കിയിട്ട് കാര്യമില്ല. അപ്പം ഈ ഇവർ വന്ന കാശ്മീർ വീഡിയോ പോകുന്നത് മുമ്പത്തെ ആ വീഡിയോസ് അപ്പൂപ്പനെ കാണിക്കുന്ന സംഭവം ഒന്നും എനിക്കറിയില്ല. അപ്പോൾ ഇതിലെ കമൻറ്റ് ബോക്സിൽ തന്നെ ആൾക്കാർ പറയുന്നുണ്ട്, ശരിയാണെന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പം 7 മന്തായി അപ്പൂപ്പൻ പോയിട്ട്. പിന്നെ എടാ ഒരു ഡൗട്ട്, അപ്പം നിങ്ങൾ തമ്മിൽ ഇപ്പം ഒരു കണക്ഷനും ഇല്ലേ? പ്രവീണിൻ്റെ മാരേജ് ഒന്നും പോയില്ലേ നിങ്ങളെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം കണക്ഷനൊന്നുമില്ല. വീട് ആക്രമിച്ചതിനും വധശ്രമത്തിനും പോലീസ് ഇവർക്കെതിരെ കേസെടുത്ത് ഇങ്ങനെ ഒരു പെങ്ങളുള്ളതല്ലേ അവർ പറയാറില്ല, പിന്നെ അല്ലേ കല്യാണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു സാധനം എന്ന് വെച്ചാൽ ഉടൻ വൈകാതെ ഒരു ദിവസം എല്ലാം വെളിച്ചത്ത് വരും, എല്ലാവരെയും എന്നും പറ്റിക്കാൻ ആർക്കും പറ്റില്ലല്ലോ. ഇതിനകത്ത് പറഞ്ഞേക്കുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത് ഈ ഒരു കമൻറ്റാണ്. ഉടൻ വൈകാതെ ഒരു ദിവസം എല്ലാം വെളിച്ചത്ത് വരും, എല്ലാവരെയും ഒന്നും പറ്റിക്കാൻ ആർക്കും പറ്റില്ലല്ലോ. ഇത് ഇവരെ അത്ര അടുത്തറിയുന്ന ആൾക്കാർ, ഇവരുടെ സ്വഭാവ സവിശേഷതകൾ അറിയുന്ന ആളുകളായതുകൊണ്ട് ഇവരെന്തൊക്കെ പ്രവർത്തിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുമെന്നും നാളെ എന്തൊക്കെ കാണിച്ചു കൂട്ടുമെന്നും ഇന്നലെ നാളെ ഇവരുടെ മുഖംമൂടി അഴിയുമെന്നൊക്കെ സ്വാഭാവികമായിട്ട് ഇവരെ അടുത്തറിയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാര്യം ലാസ്റ്റ് ഞാനിട്ട വീഡിയോക്കകത്ത് പ്രവീൺ ചേട്ടനാണെങ്കിൽ ഇവരന്ന് ഈ ഒരു ക്രൂരകൃത്യങ്ങളൊക്കെ അന്ന് അവരുടെ വീട്ടിൽ സംഭവിച്ച ദിവസമാണെങ്കിൽ ആ ഒരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ട് ആ വീഡിയോ ഷൂട്ട് ചെയ്ത നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ എടുത്തേക്കുന്നത്. കാരണം മറ്റൊന്നുമല്ല ഗൈസ്, നാളെ ഇവരിതല്ല ഇതിനപ്പുറത്തെ ഡ്രാമ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരും. അന്ന് എനിക്ക് തെളിവായിട്ട് ഈ ഒരു വീഡിയോ വേണം എന്ന് പ്രവീൺ ചേട്ടൻ പറയുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞൊരു സാധനമാണ് വീഡിയോക്കകത്ത് ഇവിടെ റിപ്പീറ്റ് ചെയ്യാണ്. കാര്യം പ്രവീൺ ചേട്ടൻ അറിയാം, ഇവർ കുട്ടിക്കാലം തൊട്ട് കാണുന്ന അച്ഛൻ അമ്മ അനിയനൊക്കെ അല്ലേ, ഇവർ ഏത് രീതിയിൽ ചിന്തിക്കും, എന്തൊക്കെ പ്രവർത്തിക്കുന്നത് വളരെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ ഇന്നലെ നാളെ ഇത് നമുക്കൊരു ഭീഷണിയായിട്ട് നമ്മുടെ തലയിൽ വന്ന് നിൽക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പ്രവീൺ ചേട്ടൻ ആ ഒരു വീഡിയോ എടുത്തു വെച്ചു. അതെന്തായാലും നന്നായി. അപ്പോൾ അതേപോലെ ഇവരെ അടുത്തറിയുന്ന ഒരു വ്യക്തി ഇവരുടെ കസിനാണെന്ന് പറയുന്നു. അപ്പം ആ ഒരു വ്യക്തി ഇന്നലെ നാളെ വെളിച്ചത്ത് വരുമെന്ന് പറഞ്ഞു. അതേപോലെ താണ്ട് 3 മാസം കഴിഞ്ഞിട്ട് സംഭവം വെളിച്ചത്ത് വന്നു. ഓക്കെ, പിന്നെ ഇതെന്നായിരുന്നു, എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തേ? പിന്നെ മറ്റേ അപ്പൂപ്പൻ്റെ കാര്യം ചോദിച്ച സമയത്തേക്കിന് ദിസ് ഗേൾ ഈസ് കറക്റ്റ്. മേ ബി ഈ കമൻറ്റ് കണ്ടിട്ടായിരിക്കും അവർ ഒരു വീഡിയോ ഇട്ടു, ദേ വെറൻ ഹാവ് ഓണം എന്ന തംബ്നെയിലായിട്ട്. അതിൽ അപ്പൂപ്പൻ്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കമൻറ്റ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നൊരു സാധനമാണ്. ഈ കമൻറ്റ് അവർ കണ്ടിട്ടാകാം അവരൊരു പിന്നീട് ഒരു വീഡിയോ ഇട്ടു എന്നുള്ളൊരു സാധനം പറയുന്നുണ്ട്. ഈ കാര്യം അപ്പൂപ്പനെ കുറിച്ചിട്ട് പിന്നീട് ഓണത്തിനെ പറ്റിയിട്ട് റിലേറ്റ് ചെയ്യുന്നതോ തമിഴിലേക്ക് ഇട്ടുള്ളൊരു സംഭവമാണ് പറയുന്നത്. അപ്പം ഞാൻ ആലോചിക്കുന്നത്, ഒരു മരണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അതുപോലും മറച്ച് വെച്ചിട്ട് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഫാമിലി വ്ളോഗിങ് കുറേ ആൾക്കാർ പറയാറുണ്ട്, ഈ പറയുന്ന റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന മറ്റുള്ളവരുടെ കണ്ടന്റ് വെച്ചിട്ട് നാണമില്ലേ അങ്ങനെ ഇങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ട ഒരു സാധനം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുടെ നിസ്സഹായാവസ്ഥ നമ്മൾ സംസാരിക്കാറുണ്ട്. എന്നിരുന്നാൽ പോലും കണ്ടന്റ് റിപ്പീറ്റ് ചെയ്യുമ്പോൾ വീട്ടിലെ മരണം വരെ ഇഗ്നോർ ചെയ്യുക, അത്രത്തോളം സ്വാഭാവികമായിട്ട് ഈ മരണം അതും ഇവർക്ക് കണ്ടന്റൊക്കെ തന്നെയാണ്. അതിപ്പം ആ ഒരു വിഷമം കണ്ടന്റിൻ്റെ രീതിയിൽ അല്ലെങ്കിൽ കൂടി ജസ്റ്റ് പറഞ്ഞു പോകാനൊക്കെ പറ്റുന്ന സാധനങ്ങളാണ്. അപ്പം ഇതിൻ്റെ സത്യാവസ്ഥ നമുക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്കറിയത്തില്ല. അതുകൊണ്ടാണ് കൂടുതലായിട്ട് ഞാൻ ഇതിനെ പറ്റിയിട്ട് അധികം പറയാത്ത. എനിക്ക് കുറേ പറയണമെന്ന് തോന്നുന്നുണ്ട്, ബട്ട് നമ്മളിവിടെ കൺട്രോൾ ചെയ്ത് നമ്മൾ അധികമായിട്ട് ഇതിൻ്റെ സത്യാവസ്ഥ അറിയാത്തതുകൊണ്ടൊന്നും വേണ്ടുന്നില്ല. പിന്നെ അതിന് ഉത്തരമില്ല, ഞങ്ങൾക്കറിയുമില്ല, പോലീസ് ചോദിച്ചിട്ടും കൃത്യമായ ഒരു മറുപടി അവർക്കില്ല, ഒരു കുടുംബം അങ്ങനെ അങ്ങ് തുലച്ച് തന്ന് എന്നൊക്കെ രീതിയിൽ പറഞ്ഞ അവരവരോട് ചെയ്തേക്കുന്ന ക്രൂരകൃത്യം ഇവരോടും ചെയ്തേക്കുന്ന കാര്യങ്ങൾ. പിന്നെ 7 മന്ത് കഴിഞ്ഞില്ലേ, ആരെങ്കിലും ഒക്കെ ചോദിച്ചാൽ ഇനിയും കള്ളം പറയാൻ പറ്റില്ലല്ലോ. അതായത് കള്ളം പറയാമെന്ന് ചോദിച്ചപ്പോൾ 7 മാസം കഴിഞ്ഞിട്ടും ഈ സെയിം കള്ളം റിപ്പീറ്റ് ചെയ്യാനെ കൊണ്ട് അവർക്ക് പറ്റുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ എടാ ഇപ്പോൾ അവരുടെ ഇടയിൽ പ്രവീൺ വീട് വിട്ടിറങ്ങി അടിയായി, പ്രവീൺ വീട് വിട്ടിറങ്ങി എന്താ റീസൺ എന്നൊക്കെ അറിയോ? മാരേജിന് ശേഷമാണോ ഇൻകം ഷെയർ ചെയ്ത്, അല്ല മുൻപ് അങ്ങനെയായിരുന്നോ? പ്രവീണിൻ്റെ കുറച്ച് ഉടായിപ്പായി നേരത്തെ തോന്നിയിരുന്നു. അത് ഇവർ തന്നെ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രവീൺ ചേട്ടൻ എങ്ങനെ ഉടായിപ്പായിട്ടുള്ള രീതിയിൽ ഇപ്പം അനിയൻ മറ്റേ എവിടെ ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന വിളിച്ചു വരുത്തിയിട്ട് അവനോട് റവന്യൂ ഷെയർ ചെയ്യുന്ന രീതിയിലൊക്കെ ഒരു ലൈഫ് കൊടുത്തത് അങ്ങനെ ഒരു ചേട്ടനാണ്. പിന്നെ ഡൊമസ്റ്റിക് വയലൻസ് ആയിരുന്നു, നിങ്ങളൊക്കെ ആരാ ഇൻകമിൻ്റെ കാര്യമാണെന്ന് പറഞ്ഞേ. പിന്നെ താഴേട്ടേക്കുന്ന ഒരു കമൻറ്റാണ്, നിങ്ങൾ ഇലുമിനാറ്റി വല്ലതുമാണോ? 1 മാസമായേ ഉള്ളൂ നിങ്ങൾ ഇത് പറഞ്ഞിട്ട്, വെളിച്ചത്ത് വരുന്ന കാര്യങ്ങൾ. എനിവേ ഈ ഇൻഫർമേഷൻ ഇതിലൂടെ നിങ്ങൾ ഷെയർ ചെയ്തുകൊണ്ട് ശരിക്കുമുള്ള ഫേസ് പുറത്തു വന്നു, താങ്ക്സ്. സത്യം അത് തന്നെ, ഇലുമിനാറ്റി വല്ലതാണോ? കാര്യം 3 മാസങ്ങൾക്ക് മുന്നേ പറഞ്ഞിട്ടുള്ളൊരു സാധനമാണ്, വളരെ കൃത്യമായിട്ട് പറഞ്ഞു, അത് അതേപോലെ വന്നു. ഇനി ഇതേപോലെ ആൾക്കാർ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്ന് തുടങ്ങും, അങ്ങനെ മുന്നോട്ട് വരും. പിന്നെ ഇവർ ഈ
ഇങ്ങനെ ചെയ്തു ഈ പറയുന്ന പോലെ എന്താ പറയുക, ഇപ്പം ഇവർ നേരിട്ടു എന്ന് പറയുന്നില്ല, ഇവരുടെ വീട്ടിൽ കയറിയിട്ട് മർദ്ദനം ഉണ്ടാക്കി വധശ്രമം നടത്തി എന്നൊക്കെ പറയുന്നില്ലേ. എനിക്ക് തോന്നുന്നു നിങ്ങൾ ഏറ്റവും ഭാഗ്യം ചെയ്ത ആൾക്കാരാണ്. കാരണം നിങ്ങൾക്ക് എന്തായാലും മൃദുല എന്ന് പറയുന്ന ആ ഒരു ചേച്ചി, പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള ആ ഒരു ചേച്ചിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ആ ഒരു ദുരവസ്ഥ ഒരിക്കലും നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അത്രയും വലിയ ക്രൂരകൃത്യങ്ങളൊന്നും നിങ്ങളോട് അവർ ചെയ്തിട്ടില്ല എന്നുള്ളത് ആലോചിച്ച് നിങ്ങൾ ആശ്വസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറയുന്ന പോലെ ഇനിയും ഈ ഒരു എന്താ പറയുക, ഇവരിങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ടൈമിൽ തന്നെ, ഇതൊരു കോൺട്രവേഴ്സി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ടൈമിൽ തന്നെ ഇനി ഓരോ സൈഡിൽ നിന്നും ഓരോ ആളുകൾ വന്നു തുടങ്ങും. പുതിയ പുതിയ കോൺട്രവേഴ്സീസ് ഇനിയും വരാം. എന്തൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുക, ആരൊക്കെ എന്തൊക്കെ വന്ന് പറയുന്നു, അല്ലെങ്കിൽ ഇനി എന്തൊക്കെയാണ് പൊയ് മുഖങ്ങൾ ഇനി തെളിയാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം.